വന്നിരിക്കുന്നത്. ഇപ്പോൾ പണ്ട് യുക്രൈനിൽ ഒരുപാട് ഇവാക്യുവേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് യുക്രൈൻ റഷ്യ തമ്മിൽ യുദ്ധം ഉണ്ടായി. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് അയച്ചിട്ട് ഒരുപാട് പിള്ളേരെ അവിടെ നിന്ന് കയറ്റി അയച്ചു. അത് കാരണം എന്ന് വെച്ചാൽ അവർ ലീഗലി പോയതാണ്. അപ്പോൾ ലീഗലി പോയതുകൊണ്ട് തന്നെ അവിടുത്തെ എംബസിക്കും അവിടുത്തെ ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ട് ഈ നെഗോഷിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ഇവാക്യുവേഷൻ പ്ലാൻ കണ്ടെത്താനും അല്ലെങ്കിൽ അവരെ സേഫായിട്ട് എത്തിക്കാന്നുള്ളത്. ഇത് ഇല്ലീഗലി ആയിട്ടുള്ളൊരു പോയ ആൾക്കാർക്ക് വേണ്ടി ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കെനിയൻ ഡസ്കർ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പറയണ കാര്യമല്ല. ഇന്ന് ജസ്റ്റ് ഞങ്ങളൊരു ചാറ്റ്, ഞങ്ങൾ സംസാരിക്കുന്ന ഒരു കാര്യം നിങ്ങളത് ഷെയർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതായത് എന്തായിരുന്നു ടോപ്പിക്, അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്ന, അതായത് ഈ ട്രംപ് വന്നേ പിന്നെ ഉണ്ടായ ഒരു ഡീപ്പോർട്ടേഷൻ കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് 18,000 ആൾക്കാരെ ട്രംപ് ഇനിയിപ്പോൾ നാട്ടിലോട്ട് കയറ്റി അയക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഒരു ഫ്ലൈറ്റ് പോയി. ആ ഫ്ലൈറ്റ് പോയാൽ എന്താ പറയുക, ആർമി ഫ്ലൈറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ന്യൂസൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ ഓരോ ആങ്കേഴ്സൊക്കെ വന്നിട്ട് പറയുന്നു അവർ കഷ്ടപ്പെട്ട് രക്ഷപ്പെടാൻ പോയതല്ലേ, അല്ലെങ്കിൽ അവർ ഒരു കര പറ്റാൻ പോയതല്ലേ, 50 ലക്ഷം രൂപയും 1 കോടി രൂപയൊക്കെ അവർ മുടക്കി, അതായത് ഈ പറഞ്ഞ മാഫികളുടെ അടുത്തും അല്ലെങ്കിൽ ഡ്രഗ് കാർട്ടൽസിൻ്റെ അടുത്തും ഇതൊക്കെ കൊടുത്ത് കര കയറാൻ പോയതല്ലേ. ശരിക്കും പറഞ്ഞാൽ അവരെ നമ്മളൊന്ന് മാനസിക പരിഗണന വെച്ചിട്ട് ഒന്ന് ട്രീറ്റ് ചെയ്തുകൂടെ? ശരിയാണ്, മാനസിക പരിഗണന എല്ലാവരുടെ അടുത്തും വേണം. പക്ഷേ എല്ലാ രാജ്യത്തിലും അവരുടെ നിയമങ്ങളുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നു, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ തിരിച്ചൊരു നല്ലൊരു ഫ്ലൈറ്റ് കൊടുത്തോടും. ഇങ്ങനത്തെ ഒരു സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് ഞങ്ങൾക്കത് കണക്റ്റ് ആയില്ല. കാരണം നമ്മൾ ഇതേപോലത്തെ ഇത്ര നല്ലൊരു ടേംസിൽ അമേരിക്കയായിട്ടും അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തായിട്ട് പോകുമ്പോഴും നമ്മൾ ഉണ്ടായിരിക്കുന്ന ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ നാടിനെ വിട്ട് ഞങ്ങൾക്ക് ആ നാട് വേണ്ട എന്നുള്ള രീതിയിൽ ഇവിടെ ഡ്രഗ് കാർട്ടൽസിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഇതേപോലത്തെ ആൾക്കാരുടെ അടുത്തും ഈ 1 കോടി 50 ലക്ഷമൊക്കെ കൊടുത്ത് വന്ന ടീംസാണ്. അവർ ഓൾറെഡി ഒരു കൺട്രിയിൽ ലോ വയലേറ്റ് ചെയ്ത് ഇവിടെ കയറിയിട്ട് നമ്മുടെ നാട്ടിലത്തെ ഓരോ മീഡിയാസും പറയുന്ന ഓരോ കാര്യങ്ങളെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. ഇതിലെന്താ അനീഷക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു ന്യൂസ് കാണുമ്പോൾ പോലും നമ്മൾ വിചാരിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കാണെങ്കിൽ പോലും ഇഷ്ടംപോലെ എൻക്വയറീസ് വരുന്നുണ്ട്. നമുക്ക് പേഴ്സണലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും, അതായത് ഇന്ന ആൾക്കാർ 20 lakhs കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് എത്തിക്കാമെന്ന് പറയണു, വിസിറ്റിംഗ് വിസയിൽ എത്തിക്കാമെന്ന് പറയണു. അങ്ങനെ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞേക്കുന്ന കാര്യമാണ്, ഈ പൈസ കൊടുക്കണതൊക്കെ വെറുതെയാണ് ആക്ച്വലി. അങ്ങനെ എത്തിച്ചാൽ പോലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇനിയാണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ US അങ്ങനെ സംഭവിച്ചു. ഈ 20 lakhs കൊടുത്തു, 25 lakhs കൊടുത്തു, എത്തിക്കണ മാത്രം അവരുടെ ഡ്യൂട്ടി ഉള്ളൂ. അതെ, ഇപ്പോൾ അതൊന്നും അല്ല, ഇത് നേരത്തെ കാര്യമാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് ആക്ച്വലി. ഒരു കൺട്രിയിലോട്ട് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ നാളെ നമ്മളിപ്പോൾ ഈ 50 lakhs കൊടുത്ത് 2 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരും. അതിപ്പോൾ ഏത് രീതിയിലായിരിക്കും പോണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ നമ്മുടെ ഇപ്പം ഈ പറഞ്ഞാൽ ഇവിടുത്തെ ജയിലിൽ പിടിച്ചിടാം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, ഈ വന്ന ആൾക്കാർ ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റിയും കൂടി ചെയ്ത ആൾക്കാരെയാണ് ഈ അവസാനം പിടിച്ചു വിട്ടത്. ആ പിടിച്ചുവിട്ട ആൾക്കാരോട് എന്ത് റൂൾ ചെയ്യണമെന്നും അത് നമ്മൾ ഇന്ത്യക്കാരല്ല തീരുമാനിക്കേണ്ടത്. അത് ഇവിടെ വന്ന് വലിഞ്ഞ്, ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറഞ്ഞു വെച്ചാൽ, നമ്മുടെ വീട്ടിലാണെങ്കിൽ കൂടിയും അത്രമാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ അറിയാൻ പാടില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ, അത് നമ്മുടെ വീട്ടിൽ കയറി കിടന്നേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്ക് വെളിവുള്ള ഒരാള് ഇല്ല, നമ്മളത് എഗ്രി ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. കാരണം ഇപ്പം നമ്മുടെ വീട്ടിൽ ചുമ്മാ ഒരു കാര്യമില്ലാതെ ഒരാൾ കയറി വന്നിട്ട് ഇത് നാളെ മുതൽ ഇത് എൻ്റെ വീടാണ്, എനിക്കിവിടെ താമസിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഒരു പോലീസിനെ വിളിക്കുകയോ അതെ അങ്ങനെയുള്ള ഒരു റൂട്ടിലായിരിക്കും നമ്മൾ അതിനെ ചൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇതും കണക്കാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇല്ലീഗലായിട്ട് കയറി വരുന്ന ആൾക്കാർ കാരണം ശരിക്കും പറഞ്ഞാൽ ലീഗലി ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. കാരണം ഇവർ നമ്മളെങ്ങനെ കാണുന്നതെന്ന് പോലും ആക്ച്വലി അറിയില്ല. കാരണം നമ്മളും ഇതുപോലെ തന്നെ ഇല്ലീഗലായിട്ട് കയറി വന്ന ആൾക്കാരാണോ എന്ന് പോലും ഈ ആ പറഞ്ഞ ലീഗലാണ് ഇല്ലീഗലാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ലീഗൽ പേപ്പർ പിടിച്ചു നടക്കാൻ പറ്റും, ഞാൻ ലീഗലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇവിടെ വരുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ പല രീതിയിൽ ഇല്ലീഗലി വരുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ പല നാണക്കേടുകളാണ് ഇവിടെ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇവിടെ ജീവിക്കുന്ന ഒരാൾക്കാർക്ക് മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ അറിയുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ലീഗലായിട്ട് വന്നേക്കുന്ന ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ അവർ പറയും ഒരിക്കലും ഈ പറഞ്ഞ ആൾക്കാർ ഇവരെല്ലാവരും, അതായത് ലീഗലി ഇവിടെ വന്നേക്കണ എല്ലാവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ ഇവിടെ PR അടിച്ചതും അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് കിട്ടിയതും ഒക്കെ. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ യാതൊരു വാല്യൂ ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഇല്ലീഗലായിട്ട് എൻ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ് ശരിക്കും ഈ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വാല്യൂ എന്നിട്ട് അവർക്ക് വേണ്ടി നാട്ടിൽ ഇങ്ങനെ ഓരോ ചാനലുകളും അവരൊരു കരപറ്റാൻ പോയതല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു മനുഷ്യന് അവർ ചൂസ് ചെയ്തത് ഇല്ലീഗൽ പാത്താണെങ്കിൽ അവരോട് തിരിച്ച് നമ്മളിപ്പോൾ ഒരാളുടെ പേഴ്സിൽ നിന്ന് ഒരു 10 രൂപ പോലും കട്ടാൽ പോലും നമുക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയ 2 ഇടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്ത തെറ്റിനുള്ളൊരു ശിക്ഷയാണത്. അതേപോലെ തന്നെയാണ് അവരിവിടെ വന്നതും. ഇവിടെ വന്നിട്ട് വേറെ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോൾ US പോലെയുള്ള രാജ്യത്ത്, പിന്നെ ഇപ്പോൾ ഞാൻ ഒരു ന്യൂസ് ചാനൽ കണ്ടായിരുന്നു, റോൾസ് റോയ്സിലാണോ തിരിച്ച് നാട്ടിലെത്തിക്കേണ്ടത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇതേപോലെ ഞങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയുടെ താഴത്ത് എൻക്വയറി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും അഡ്വൈസ് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളെ പേഴ്സണലി ചിലപ്പോൾ വിളിക്കാൻ പറ്റുന്ന ആൾക്കാർ വിളിക്കണം, അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ പറഞ്ഞവരെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ചാറ്റിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കലി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിൽ കമൻറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇൻസ്റ്റാഗ്രാം ഉള്ളവർ ഡെഫിനറ്റ്ലി എൻക്വയറി എന്ന് പറഞ്ഞ കമൻറ്റ് അടിച്ചിട്ട് അതിൽ കാണിക്കാം. നമുക്ക് അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അല്ലാത്തവർക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇങ്ങനെയൊക്കെ തന്നെയാണ് എത്തിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി 50 ലക്ഷം രൂപ ഈ 50 ലക്ഷം രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിലോ അല്ലെങ്കിൽ 1 കോടി രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് നാട്ടിൽ താമസിക്കാമെന്നുള്ളൂ. ബേസിക്കലി ഇത്രേ ഉള്ളൂ. അവർക്ക് ഇല്ലീഗലി, അതായത് ലീഗലി വരാനായിട്ടുള്ള മാർഗ്ഗം ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല, നല്ലൊരു എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല, നല്ലൊരു ജോബ് സ്കിൽസ് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും പോകണം, അവർക്ക് ഒരു റൂട്ടിൽ അവർക്ക് പൈസ എക്സ്ട്രാ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ത്വര കാരണം മാത്രം ഇല്ലീഗൽ റൂട്ട് പിടിച്ച് കയറി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇല്ലീഗലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി. ഞാൻ നാട്ടിൽ വലിയ വലിയ ഈ സ്കൈലൈൻ എന്നൊക്കെ പറഞ്ഞ ബിൽഡേഴ്സിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുമ്പോൾ പുറമേന്ന്, അതായത് പുറമേന്ന് വെച്ചാൽ ബീഹാർ, ഒറീസ, വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ പണിക്കാർ വരുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സൈഡിലുള്ള അല്ലെങ്കിൽ യൂണിയൻ അല്ലെങ്കിൽ വേറെ വല്ല നമ്മുടെ നാട്ടിലുള്ള ഇപ്പം നമുക്ക് തന്നെ തോന്നും ഒരു റോളിൽ കൂടുതൽ അവർ റോൾ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ പറയും മതി, ഇത് കേരളമാണ്. അതായത് അവർ ഇന്ത്യക്കാരാണ്, അവർ വേറൊരു രാജ്യത്തൊന്നും ആൾക്കാരല്ല. എന്നിട്ട് പോലും നമ്മുടെ നാട്ടിൽ വന്ന് നമ്മൾ ഇത് വരുമ്പോൾ നമ്മൾ പറയും ഇത് കേരളമാണ്, നിൻ്റെ പരിപാടി ഇവിടെ നടക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രാജ്യം വിട്ട് വേറൊരു രാജ്യത്ത് അവരുടേതായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ഉള്ള സ്ഥലത്ത് പോയിട്ട് ഈ വക പരിപാടി കാണിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യരുത്. നമ്മൾ ഒരിക്കലും, പിന്നെ ഇവിടെ അങ്ങനെ ആയാലും വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ പറയുന്നതിന് ഒരാളെപ്പോലും നമ്മളിവിടെ കയറ്റിക്കിടത്തുകയോ അങ്ങനെയുള്ള പരിപാടി ഇല്ലീഗലായിട്ടുള്ള ഒരാളെ കയറ്റിക്കിടത്തി പണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതാണ്, അവർക്കും പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സഹായങ്ങളും കാര്യങ്ങളും ആരും നമ്മളോടാണെങ്കിലും വേറെ ആളോടും ചോദിക്കരുത്. ഇനി ചോദിച്ചു വന്നാൽ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന കാര്യം മാത്രമാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്നുള്ളൂ. ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നതാണെങ്കിലും ഇപ്പോൾ സൗദിയിൽ നടക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ യൂറോപ്പിൽ ഇപ്പോൾ ഏതെങ്കിലും കൺട്രിയിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം ആ കൺട്രിയുടെ ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളാണ്. അതെ, അത് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ അമേരിക്കൻ ഗവൺമെന്റിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. അതുപോലെ തന്നെ അമേരിക്കൻ ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കില്ല. ഒരൊറ്റ എക്സാമ്പിൾ കൂടി പറയാം. സൗദി അറേബ്യയിലും എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളിലും എനിക്ക് തോന്നുന്നു ക്യാപിറ്റൽ പണിഷ്മെന്റോ അല്ലെങ്കിൽ തല വെട്ടുന്ന അങ്ങനെ എന്തൊക്കെയോ കുറേ ശിക്ഷകളുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഹാർഷായിട്ടുള്ള ശിക്ഷകളില്ല. ഇപ്പോൾ നമ്മുടെ തന്നെ പല മലയാളീസും അവിടെ പോയിട്ട് പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇതിനു മുമ്പും പല കേസുകളുണ്ടായിട്ടുണ്ട്. നമുക്കൊരു കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള സ്ഥലത്ത് അതാണ് അവരുടെ നിയമം. ഇവരെങ്ങനെയാണെന്നുള്ളത് അത് ആക്ച്വലി നമുക്ക് ഇടപെടാനുള്ള റൈറ്റും ഇല്ല അവിടെ. കാരണം അവർ പണ്ട് മുതലേ ഫോളോ ചെയ്തുകൊണ്ട് വന്നേക്കണ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇതിലെന്താണോ ലോയിൽ എന്താണോ പറഞ്ഞത് അതാണ് ഫോളോ ചെയ്യണത്. അപ്പോൾ അതിനെ നമുക്ക് ഒന്നും പറയാനോ ഒന്നും ചെയ്യാനോ ഒന്നും ഉള്ള റൈറ്റില്ല. നമ്മുടെ കൺട്രിയിൽ എന്ത് സംഭവിക്കണം അതിന് മാത്രം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കാര്യം. ഇപ്പോൾ നിങ്ങൾ ലീഗലിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പണ്ട് യുക്രൈനിൽ ഒരുപാട് ഇവാക്യുവേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് യുക്രൈൻ റഷ്യ തമ്മിൽ യുദ്ധം ഉണ്ടായി. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് അയച്ചിട്ട് ഒരുപാട് പിള്ളേരെ അവിടെ നിന്ന് കയറ്റി അയച്ചു. അത് കാരണം എന്ന് വെച്ചാൽ അവർ ലീഗലി പോയതാണ്. അപ്പോൾ ലീഗലി പോയതുകൊണ്ട് തന്നെ അവിടുത്തെ എംബസിക്കും അവിടുത്തെ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട് ഈ നെഗോഷിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ഇവാക്യുവേഷൻ പ്ലാൻ കണ്ടെത്താനും അല്ലെങ്കിൽ അവരെ സേഫായിട്ട് എത്തിക്കാന്നുള്ളത്. ഇത് ഇല്ലീഗലി ആയിട്ടുള്ളൊരു പോയ ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മുടെ നാടിനെ അവർ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് മോശമാക്കണം. ഫോർ എക്സാമ്പിൾ അവർ
ഇവിടെ വന്നിട്ട് റെഫ്യൂജി അടിക്കുന്നു. അതുകൂടാണ്ട് ഈ റെഫ്യൂജി അടിക്കുമ്പോൾ എന്താണ് ഡീറ്റെയിൽ കൊടുത്തേക്കെന്ന് വെച്ചാൽ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളെ കൊല്ലും, അങ്ങനെ ഉള്ള സാഹചര്യങ്ങളുണ്ട്, ഭീഷണി കാര്യങ്ങളൊക്കെ ഭീഷണിയുണ്ട്. ഉണ്ടെന്ന് നമ്മുടെ പറഞ്ഞിട്ടാണ് നാട്ടിൽ ആക്ച്വലി അല്ലെങ്കിൽ എന്ത് ഭീഷണിയാണുള്ളത്, ഈവൻ നോർത്തിൽ പോയാൽ പോലും ഇപ്പോൾ ക്രൈമുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും ഒരു ഒരു കമ്മ്യൂണിറ്റിന് വേറെ കമ്മ്യൂണിറ്റി അങ്ങനെ ഒരു അവസ്ഥ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും ഇല്ല, എസ്പെഷ്യലി നമ്മുടെ സൗത്തിൽ അങ്ങനെ ഒരു സംഭവമേ സംഭവമേ ഉണ്ടെന്ന് നമുക്ക് ഇല്ല. തോന്നുന്നില്ല. എന്നിട്ട് പോലും ആൾക്കാർ ഇവിടെ വന്നിട്ട് നമ്മുടെ നാടിനെ മോശം ഈ കരിവാരി തേക്കാന്നൊക്കെ പറയില്ല, അതേപോലെ തേച്ചിട്ടാണ് ഇവിടുന്ന്, അതായത് മിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ കൺട്രി, നമ്മുടെ കൺട്രീനെ ചുമ്മാ കരിവാരി തേച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചെടുക്കാമെന്ന് ഇന്ത്യ പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഇട്ടേച്ച് പോയ ആൾക്കാരാണ്, പക്ഷേ തിരിച്ചെടുക്കാമെന്ന് തന്നെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ അവിടെ എത്തിക്കാന്നുള്ളതിൽ നമുക്ക് എന്താ പറയുക, എന്താണ് നമ്മുടെ ഗവൺമെൻറ്റിന് അതിൽ ഇങ്ങനെ പറഞ്ഞുകൂടെ, അവർക്കൊരു ചാർട്ടേഡ് ഫ്ലൈറ്റ് കൊടുത്തുകൂടെ, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് കൊടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ അധപ്പതനം എന്ന് പറയാനായിട്ട് അത്രയും വലിയൊരു അധപ്പതനം ശരിയും പറഞ്ഞാൽ ഈ ചുമ്മാ കുറച്ചാൾ മുമ്പ് 2 ദിവസം മുമ്പ് കണ്ട ന്യൂസാണ്, അത് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാ ലീഗലി ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാർക്കും അപമാനത്തിൻ്റെ അപമാനമാണ് ഇല്ലീഗലി ഇവിടെ താമസിച്ച് ഇവിടെ വന്ന് ഓരോ കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്ന ആൾക്കാരുടെ പ്രവൃത്തികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ഒരിക്കലും ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തി നിങ്ങൾ വേറെ ഒരു മഹാൻ പറയണ കേട്ടായിരുന്നു ഒരു ചാനലിൽ, ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരെ നമ്മളിങ്ങനെ തിരിച്ചയച്ചുകൊണ്ട് നമ്മൾ ഡോളർ നിർത്തണമെന്നൊക്കെ. അപ്പോൾ ഈ എത്രത്തോളം പൊട്ടന്മാരാണ് ഓരോ തസ്തികകളിൽ ഇരിക്കണമെന്ന് കൂടി ആലോചിക്കണം. അതായത് ഡോളർ നമ്മളങ്ങനെ നിർത്തി വെക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഈ പറഞ്ഞ പോലെ എംബസിയിലുണ്ടായ ഒരു പുള്ളി പൊട്ടിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. എത്ര വിഡ്ഢിയാണ് ഈ പറയുന്ന മനുഷ്യൻ ഓർത്തിട്ടായിരിക്കുള്ളൂ. അപ്പോൾ പറയുന്നത് ഇത്രേ ഉള്ളൂ, ലീഗലി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, സ്റ്റഡി വിസയുണ്ട്, ബിസിനസ് വിസയുണ്ട്, നമുക്ക് പല ക്രൈറ്റീരിയകളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഈ ലോകത്തുള്ള എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് പോവാം. പക്ഷേ ഇല്ലീഗലി ആയിട്ടുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള പരിപാടികൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. അതിന് ഒരു കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലീഗൽ റൂട്ട്സ് പണ്ടുള്ളതിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ഒന്നിരുന്ന് അന്വേഷിച്ച് പ്രോപ്പറായിട്ട് ഗവൺമെൻറ് വെബ്സൈറ്റിലും പ്രോപ്പറായിട്ട് നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതായിട്ടുള്ള ഇഷ്ടമുള്ള രാജ്യങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആണ്. അതെ, വെറുതെ ഒരു ആവശ്യമില്ലാതെ ഈ 30 lakhs 40 lakhs 50 അതൊന്നും അല്ല, 50 എബവ് ആണെങ്കിൽ പോലും ഇതൊക്കെ കൊടുത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കയറി വരേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ, എന്തെങ്കിലുമൊക്കെ വിസ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് ഇട്ട് നമുക്ക് ലീഗലായിട്ട് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആക്ച്വലി കൺട്രി വന്നാൽ തന്നെ ഒരു അഭിമാനം. സത്യം പറഞ്ഞാൽ നമുക്ക് ആരെയും കാല് പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മളിവിടെ കയറി വന്നു, നമ്മളിവിടെ ജോലി ചെയ്യുന്നു, നമ്മൾ ഓരോന്നോരോന്ന് അച്ചീവ് ചെയ്യണതിന് അതിന് വേറൊരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പറഞ്ഞത് അത്രേ ഉള്ളൂ. ഡെഫിനറ്റ്ലി ഇനി കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ ഒരു ഉണ്ടായിരുന്ന ഞങ്ങൾക്കൊരു പറയാൻ തോന്നിയൊരു കാര്യം ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഡിസ്കഷൻ കാര്യമാണ്. നിങ്ങൾ എന്തായാലും കൂടുതൽ ഞങ്ങൾ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് താങ്ക് യു സോ മച്ച്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും റാപ്പ് ചെയ്യുന്ന ഈ വീഡിയോ. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.